നമസ്കാരം. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പീഡന പരാതിയിലാണ് രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചത്. 30 ദിവസത്തേക്ക് രഞ്ജിത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം നൽകിയത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. യുവാവിന്റെ പരാതിയിൽ കോഴിക്കോട് കസബ പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ. നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012-ൽ ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കി എന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതി. പരാതി നൽകിയ ശേഷം സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകിയിരുന്നു. കോഴിക്കോട് സിനിമ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത് എന്ന് യുവാവ് പറയുന്നു. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നുവെന്നും അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടു എന്നുമാണ് യുവാവ് പറയുന്നത്. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ദിവസത്തിന് ശേഷം എത്താൻ ആവശ്യപ്പെട്ടു. രാത്രി 10 മണിയോടെ ഹോട്ടലിൽ എത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് പറഞ്ഞത്. നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരായ കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി. രഞ്ജിത്തിന്റെ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിലെത്തിയ നടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ രഞ്ജിത്ത് സമീപിച്ചു എന്നും സ്പർശിച്ചു എന്നുമാണ് നടി വെളിപ്പെടുത്തിയത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് സിനിമയുടെ ഓഡിഷനെത്തിയ നടിയുടെ കൈകളിലും വളകളിലും സ്പർശിക്കുകയും പിന്നീട് കഴുത്തിലും മുടിയിലും സ്പർശിക്കുകയും ചെയ്തു. തന്നോട് അപമര്യാദയായി പെരുമാറി എന്നുമായിരുന്നു നടിയുടെ പരാതി. അതിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടതി പരിഗണിച്ച ഘട്ടത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കേസാണെന്ന് കോടതി പരാമർശിച്ചു. ഇതിൽ മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ലെന്നും കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടില്ലെന്നും ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. രഞ്ജിത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തീർപ്പാക്കി. ബംഗാളി നടിയുടെ പരാതിയിൽ എടുത്ത കേസിലെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയാണ് തീർപ്പാക്കിയത്. രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതായതിനാലാണ് നടപടി. രഞ്ജിത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിലെത്തിയ നടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന കേസാണ് കോടതിയിൽ എത്തിയത്. ഓഡീഷനെത്തിയ നടിയെ സ്പർശിക്കുകയും കഴുത്തിലും മുടിയിലും തൊടുകയും ചെയ്തു. അപമര്യാദയായി പെരുമാറി എന്നതായിരുന്നു നടിയുടെ പരാതി. അതിലാണ് പോലീസ് കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന കേസാണിതെന്നാണ് കോടതിയുടെ പരാമർശം.